ദിനം പ്രതിദിനം എല്ലാ ദിനവും എല്ലാ നിമിഷവും കർത്താവുമായിട്ട് ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്. ഉത്തമഗീതം 3-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ശൂനേംകാരത്തി എന്ന് പറഞ്ഞ സ്ത്രീയെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് പ്രാരംഭവാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്: രാത്രി സമയത്ത് എൻ്റെ കിടക്കയിൽ ഞാൻ എൻ്റെ പ്രാണപ്രിയനെ അന്വേഷിച്ചു, ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ല താനും. ഈ അധ്യായം അതുപോലെ തന്നെ ഈ പുസ്തകം അതിൽ പ്രധാനമായി പറഞ്ഞിരിക്കുന്ന വിഷയം മണവാളനായ യേശു കർത്താവും മണവാട്ടിയായ ദൈവസഭയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. സ്തോത്രം. പ്രാണപ്രിയനെ അന്വേഷിക്കുക അല്ലെങ്കിൽ കർത്താവിനെ അന്വേഷിക്കുക എന്നൊരു വ്യാഖ്യാനമാണ് ഈ അധ്യായത്തിൽ ഈ വാക്യങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയുന്നത്. രാത്രി സമയത്ത് കിടക്കയിൽ പ്രാണപ്രിയനെ അന്വേഷിച്ചു, അവനെ അന്വേഷിച്ചെങ്കിലും കണ്ടില്ല താനും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് 2-ാമത് വാക്യത്തിൽ പറയുക: ഞാൻ എഴുന്നേറ്റ് നഗരത്തിൽ സഞ്ചരിച്ചു, വീഥികളിലും വിശാല സ്ഥലങ്ങളിലും എൻ്റെ പ്രാണപ്രിയനെ അന്വേഷിക്കും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവളുടെ ഒരു തീരുമാനം, മണവാട്ടിയുടെ ഒരു തീരുമാനം. പ്രിയ ദൈവമക്കളെ, പുതിയ നിയമ സഭയായിരിക്കുന്ന നമ്മളൊക്കെ കർത്താവ് മണവാളനായിരിക്കുമ്പോൾ മണവാട്ടിയാണ് ദൈവസഭ. സ്തോത്രം. ദൈവസഭയ്ക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്, മണവാളന്റെ ആ നാളിനു വേണ്ടി ഒരുങ്ങുക എന്നുള്ളത്. കർത്താവിനെ അന്വേഷിക്കുവാൻ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു വാഞ്ച ഈ അധ്യായത്തിൽ ഈ വാക്യങ്ങളിലൂടെ ഒരാഹ്വാനം നമുക്ക് ലഭിക്കുന്നുണ്ട്. അവൾ പറയുകയാ, ഞാൻ പ്രാണപ്രിയനെ അന്വേഷിക്കും എന്ന് ഞാൻ പറഞ്ഞു, ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ല താനും. അടുത്ത വാക്യത്തിൽ 3-ാമത്തെ വാക്യത്തിൽ: നഗരത്തിൽ സഞ്ചരിക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടു, എന്റെ പ്രാണപ്രിയനെ കണ്ടുവോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. നോക്കിക്കേ, ഒരു ആഗ്രഹത്തോടെ, ഒരു വാഞ്ചയോടെ എങ്ങനെങ്കിലും പ്രാണപ്രിയനെ കാണണം, കർത്താവിനെ കാണണം എന്നൊരു ആഗ്രഹം നമ്മുടെയൊക്കെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. പ്രൈസ് ലോർഡ്. ഇത് ശലോമോൻ എഴുതുമ്പോൾ, സ്തോത്രം, ആമേൻ, ഒരു സ്ത്രീ അല്ലെങ്കിൽ ശൂനേംകാരത്തി സ്ത്രീയെ പിക്ചറൈസ് ചെയ്തുകൊണ്ടാണ് ഇത് എഴുതുന്നത്. എങ്കിൽ പോലും ആമേൻ, സ്തോത്രം, അതിന്റെ വ്യാഖ്യാനത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ചിന്ത എന്നുള്ളത് ദൈവസഭയും മണവാളനായ കർത്താവും തമ്മിലുള്ള ബന്ധമാണ്. നമുക്കറിയാം, മഗ്ദലക്കാരത്തി മറിയ, അവൾ ഇരുട്ടുള്ളപ്പോൾ തന്നെ ആമേൻ കർത്താവിനെ അന്വേഷിച്ചു പോകുകയാ. ദൈവമക്കളായ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു കടപ്പാടുണ്ട്, കർത്താവിനെ അന്വേഷിക്കണം. സ്തോത്രം. അത് നമ്മുടെ ജീവിതത്തിൽ ഉത്തരവാദിത്തമാണ്. ആമേൻ. കർത്താവിന്റെ വചനത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു: അന്വേഷിക്കാകുന്ന സമയത്ത് നീ കർത്താവിനെ അന്വേഷിക്കണം. നീ അന്വേഷിച്ചാൽ കണ്ടെത്തും. കണ്ടെത്താകുന്ന ഒരു കാലമുണ്ട്, കണ്ടെത്തുവാനുള്ള ഒരു സമയമുണ്ട്. ആ സമയത്തായിരിക്കണം നാം കർത്താവിനെ കണ്ടെത്തേണ്ടത്. ആ സമയത്തായിരിക്കണം നാം കർത്താവിനെ അന്വേഷിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലവും പ്രതിസന്ധിയും കടന്നു വരുമ്പോൾ അല്ല. ഹല്ലേലൂയ. അവൻ ദിനം പ്രതിദിനം എല്ലാ ദിനവും, സ്തോത്രം, എല്ലാ നിമിഷവും കർത്താവുമായിട്ട് ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇവിടെ അവൾ പറയുകയാണ്, അവൾ നഗരവാതിൽക്കൽ ചെന്നിട്ട് കാവൽക്കാരോട് ചോദിക്കുന്നുണ്ട്, എന്റെ പ്രാണപ്രിയനെ കണ്ടുവോ? പക്ഷെ അവർക്ക് അവിടെ നിന്നൊരു മറുപടി കിട്ടുന്നില്ല. 4-ാമത്തെ വാക്യത്തിൽ പറയുക: അവരെ വിട്ട് കുറെ അങ്ങോട്ട് ചെന്നപ്പോൾ ഞാൻ എൻ്റെ പ്രാണപ്രിയനെ കണ്ടു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഒരു ഡിസയർ, ഒരു ഏർജ്, ഒരു ആഗ്രഹം ഉള്ളത് അവളുടെ ജീവിതത്തിൽ സാധിക്കുവാനിടയായി തീർന്നു. രാത്രിയിലാണ് ഇത് സംഭവിക്കുന്നത്. അവൾ എഴുന്നേറ്റ് ചെല്ലുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. കാരണം അവൾ കിടക്കയിൽ പ്രാണപ്രിയനെ കണ്ടില്ല. അപ്പോൾ അവൾ അവിടെ ഒതുങ്ങിക്കിടക്കാതെ, ആ സിറ്റുവേഷനിൽ അവളെ തന്നെ ഒതുക്കുവാൻ ആഗ്രഹിക്കാതെ അവിടെ നിന്ന് അവൾ എഴുന്നേറ്റ് എങ്ങനെയെങ്കിലും ആ പ്രാണപ്രിയനെ ഒന്ന് കണ്ടുമുട്ടണം എന്നൊരു ആഗ്രഹത്തോടെ അവൾ പുറപ്പെടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവൾ ചില വ്യക്തികളെ ഫേസ് ചെയ്യുന്നുണ്ട്, ചിലരോട് അവൾ ചോദിക്കുന്നുണ്ട്. എന്നാൽ അവരെ വിട്ട് അവൾ കുറച്ചുകൂടെ പോകുമ്പോഴാണ് 4-ാമത്തെ വാക്യത്തിൽ പറയുക: അവരെ വിട്ട് കുറെ അങ്ങോട്ട് ചെന്നപ്പോൾ ഞാൻ എൻ്റെ പ്രാണപ്രിയനെ കണ്ടു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നാം പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഒരു ആഗ്രഹമായി തീരട്ടെ, നമ്മുടെ ഒരു വാഞ്ചയായി തീരട്ടെ. എനിക്ക് കർത്താവിനെ അന്വേഷിക്കണം, എനിക്ക് കർത്താവിനെ ഒന്ന് കാണണം, എനിക്ക് കർത്താവുമായ ഒരു അഭേദ്യ ബന്ധം ഉണ്ടാകുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ വശങ്ങളാൽ ദൈവമേ